നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 2025 ആണ്ട് മാർച്ച് മാസം 21 വെള്ളിയാഴ്ച. ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സ്ഥിരവരുമാനമുണ്ടാകുന്ന പദ്ധതികൾ ചെയ്യും. ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. പഠനത്തിൽ ശ്രദ്ധയും താൽപ്പര്യവും പ്രകടിപ്പിക്കും. ജോലികാര്യങ്ങളിൽ മെല്ലെപ്പോക്ക് അനുഭവപ്പെടും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സത്യസന്ധമായ പ്രവൃത്തിയാൽ അയൽവാസികൾക്ക് പ്രിയപ്പെട്ടവരാകും. സ്വന്തം തൊഴിലിൽ തടസ്സമുണ്ടാകും. ജ്വല്ലറി വ്യാപാരം വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചിന്താക്കുഴപ്പമുണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വ്യാപാര വ്യവസായ മേഖലകൾ പുഷ്ടിപ്പെടും. അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും. വിഷമഘട്ടങ്ങളിൽ നിന്നു മോചനം ലഭിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കും. തൊഴിൽ തടസ്സമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കഴിവുകൾ ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്തും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. ആത്മാർത്ഥമായി സഹകരിക്കുന്നവരോട് ചിലപ്പോൾ വെറുപ്പ് കാണിക്കും. ജോലിഭാരം മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അവസരമുണ്ടാകും. പ്രായമായവർക്ക് ഉദരസംബന്ധമായ രോഗം വരാനിടയുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യും. വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ദുശ്ചിന്തകൾ നല്ലതല്ല. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ജോലിയിൽ നേട്ടമുണ്ടാകുന്ന നല്ല അവസരങ്ങൾ ലഭിക്കും. സത്യസന്ധമായ പ്രവൃത്തിയാൽ അന്യരെ ആകർഷിക്കും. പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വലിയ പദ്ധതികൾ ഏറ്റെടുക്കും. നയപരവും സ്നേഹവുമായ പ്രവൃത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കും. എതിർപ്പുകളെയും തടസ്സങ്ങളെയും അതിജീവിക്കും. സന്താനങ്ങൾക്ക് തൊഴിൽ ലബ്ധിക്ക് സാധ്യത. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പിതൃസ്ഥാനീയർക്ക് രോഗാരിഷ്ടതകൾ അനുഭവപ്പെടും. ബിസിനസ് രംഗത്ത് അതീവ ശ്രദ്ധ ചെലുത്തണം. കാര്യങ്ങൾ കൃത്യയോടും ഉത്തരവാദിത്വത്തോടും ചെയ്തു തീർക്കും. വെൽഡിംഗ് തൊഴിൽ ലാഭകരമാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭൂമി സംബന്ധമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത. വ്യാപാരമേഖല പുഷ്ടിപ്പെടും. ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനം മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സുകാർക്ക് അധികലാഭമുണ്ടാകും. അർഹമായ അംഗീകാരത്തിന് കഠിനപ്രയത്നം ആവശ്യമാണ്. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂല നീക്കങ്ങളുണ്ടാകും. പുതിയ തൊഴിൽ മേഖല തെരഞ്ഞെടുക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബക്കാരുടെ പ്രശംസയ്ക്ക് പാത്രമാകും. ചിലർക്ക് ഉന്നത പദവി ലഭിക്കാനുള്ള അവസരമുണ്ട്. ബന്ധുക്കളുടെ സഹകരണം മുഖേന ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കും. കർമ്മരംഗത്തെ ശത്രു ശല്യം അതിജീവിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിഷമതകൾ ഉളവാക്കുന്ന വാർത്ത കേൾക്കാനിടവരും. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത. മുൻകോപത്താൽ ഒന്നിലും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ വരും. സ്വന്തം തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനം, വസ്തുക്കൾ എന്നിവ വ്യാപാരം ചെയ്യുന്നവർക്ക് അധികലാഭമുണ്ടാകും. വ്യാപാര വ്യവസായ മേഖലയിൽ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കും. സാങ്കേതിക മേഖലയിലുള്ളവർക്ക് വിദേശയാത്രയ്ക്ക് അവസരം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സന്താനങ്ങൾക്ക് ദൂരദേശത്ത് തൊഴിൽ ലഭിക്കും. ആത്മാർത്ഥമായി സഹകരിക്കുന്നവരോട് ചിലപ്പോൾ വെറുപ്പ് കാണിക്കും. ചെറുകിട വ്യവസായികൾക്ക് അധികലാഭമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവുമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ചിലർക്കായി ത്യാഗമനസ്കയോടു കൂടി പ്രവർത്തിക്കും. സഹോദരങ്ങളാൽ മാനസിക ദുഃഖം വരാനിടയുണ്ട്. അനാവശ്യമായ ആരോപണങ്ങൾ ദമ്പതികൾക്കിടയിൽ കലഹമുണ്ടാക്കും. സാമ്പത്തിക പ്രതിസന്ധി പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനസംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. ദമ്പതികൾ പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കും. നയപരവും മധുരവുമായ സംസാരത്താൽ അന്യരെ ആകർഷിക്കും. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്തും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ് തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രം നടപ്പാക്കുക. നിലവിലുള്ള ജോലിയിൽ തുടരാനാകാത്ത സാഹചര്യമുണ്ടാകും. പുനർവിവാഹം നടക്കും. അന്യർക്കായുള്ള പരിശ്രമം തനിക്കും ഉപകാരപ്പെടും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. ഭൂസ്വത്തുക്കൾ വിൽക്കാൻ സാധ്യതയുണ്ട്.
മരുമക്കളോടു സ്നേഹവും പ്രിയവുമുള്ളവരായിരിക്കും. പലവിധ മേഖലകളിൽ പുരോഗമനത്തിന്റെയും അവസരമാണ്. തൊഴിൽ മാറ്റത്തിന് സാധ്യത. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെയും സാമർത്ഥ്യത്തോടെയും കാര്യങ്ങൾ പൂർത്തിയാക്കും. മാതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. സഹോദരങ്ങൾ ഗുണാനുഭവത്തിന് സാധ്യത. മാറ്റിവച്ച തീർത്ഥയാത്ര നടക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമൂഹിക പ്രവർത്തനത്താൽ പ്രശസ്തിയുണ്ടാകും. അതിർത്തി തർക്കം സംബന്ധിച്ച് അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. മനസ്സിൽ ചില വിഷമതകളുണ്ടാകും. ജോലികൾ യഥാസമയത്തു ചെയ്തു തീർക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമർത്ഥ്യവും ധൈര്യവും നിമിത്തം എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. ഒന്നിലധികം മേഖലകളിൽ നിന്നു വരുമാനം വരും. പുതിയ വാഹനം വാങ്ങും. സ്വന്തം കാര്യങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യും. സ്ഥലം മാറ്റത്തിന് അനുകൂല അവസരം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളെ ലഭിക്കും. ഭാര്യയുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കും. സംഗീത ക്ലാസുകളിൽ ധാരാളം വിദ്യാർത്ഥികളെ ലഭിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുഹൃത്തുക്കൾ വഴി പലവിധ നഷ്ടങ്ങളുണ്ടാകും. പുതിയ ജോലിക്ക് അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾക്ക് സമയം നല്ലതല്ല. പൊതുസ്ഥാപനങ്ങളുടെ അധ്യക്ഷത വഹിക്കാനുള്ള അവസരമുണ്ടാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധ്യമാകും. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയ്ക്കുള്ള അവസരമുണ്ടാകും. പിതാവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താനാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അന്യവ്യക്തികളാൽ പ്രശംസിക്കപ്പെടും. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും. പല കാര്യങ്ങളിലും വിജയിക്കും. ബന്ധുമിത്രാദികളുടെ എതിർപ്പുകളെ തരണം ചെയ്യും. മികച്ച ജീവിതാനുഭവങ്ങളുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പാരമ്പര്യ സ്വത്ത് കൈവശം വന്നുചേരും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. കമ്പ്യൂട്ടർ അനുബന്ധ സ്ഥാപനങ്ങളിൽ കസ്റ്റമർ കൂടും. യാത്രകൾ അനിവാര്യമായി വരും. ബാങ്കിൽ ലോണുകൾ ലഭ്യമാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഏതു സാഹചര്യവും തരണം ചെയ്യും. തൊഴിൽ രംഗത്ത് കൂടുതൽ അംഗീകാരങ്ങൾ നേടിയെടുക്കും. മാതാവിനും ഭാര്യയ്ക്കും നന്മകളുണ്ടാകും. ധനാഭിവൃദ്ധി, മാനസിക സന്തോഷം എന്നിവയുണ്ടാകും. ശാരീരിക വിഷമതകൾ നീങ്ങും.